ഹായ് നമസ്തേ, വെൽക്കം ബാക്ക് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിൻ ട്രേഡർ. ഗോൾഡിൽ 15 മിനിറ്റ്സിലൂടെ കിട്ടിയ ട്രേഡാണ്. 15 മിനിറ്റ്സിൽ നമുക്ക് നല്ലൊരു അപ് ട്രെൻഡാണ് നമുക്ക് ഇന്ന് 9:15 ശേഷം വന്ന ട്രേഡിൽ നിന്ന് കിട്ടിയത്. അവിടുന്ന് മാർക്കറ്റ് 4676 നിന്ന് ബ്രേക്ക് ഔട്ട് പോയത്. ഇപ്പോഴും മാർക്കറ്റ് കയറിക്കൊണ്ടിരിക്കുന്നു. 54 പോയിന്റ്സുള്ള അപ് ട്രെൻഡിൽ കയറി നിൽക്കുവാണ്. പക്ഷേ അതിനു മുമ്പ് മോർണിംഗ് സൈഡിൽ വന്ന ഒരു സെൽ ഇൻഡിക്കേഷൻ കൺഫേം ആയിട്ടും റിവേഴ്സ് പോയി. ട്രേഡ് എടുത്തു നിൽക്കുന്ന സാഹചര്യത്തിൽ പെട്ടെന്ന് ഒരു ട്രേഡ് നമ്മൾ സിഗ്നൽസ് കൺഫേം ആയി എടുത്ത ട്രേഡ് റിവേഴ്സ് പോകുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെ എക്സിറ്റ് ചെയ്യാം എന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് ഇന്ന് നമ്മുടെ ഇന്നത്തെ ഗോൾഡിൻ്റെ പെർഫോമൻസോടെ കാണിച്ചു തരാം. അതേപോലെ തന്നെ ഇന്നത്തെ ബൈൻ്റെ ഇൻഡിക്കേഷൻ നമുക്ക് 9:15 കഴിഞ്ഞതിന് ശേഷം വന്ന അപ് ട്രെൻഡ് നല്ലൊരു ഹൈക്ക് അടിച്ച് മാർക്കറ്റ് 56 പോയിന്റ്സുള്ള അപ് ട്രെൻഡിൽ കയറി നിൽക്കണം. ഇപ്പം മാർക്കറ്റ് ചെറുതായിട്ട് ഇറങ്ങി, പക്ഷേ നല്ലൊരു അപ് ട്രെൻഡ് ആയിരുന്നു. അപ്പം ശ്രദ്ധിക്കേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പം നമ്മുടെ സോഫ്റ്റ്വെയർ നമുക്ക് സിഗ്നൽസ് തരുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് മുകളിലുണ്ടാകും. സിഗ്നൽസ് വരുന്ന സമയത്ത് നമ്മുടെ സോഫ്റ്റ്വെയർ മെസ്സേജ് അലേർട്ടായിട്ട് ഇതുപോലെ അലേർട്ട് മെസ്സേജ് തരികയും ചെയ്യും. അതോടൊപ്പം നമ്മുടെ ലേറ്റസ്റ്റ് സിഗ്നൽ ഡീറ്റെയിൽസ് മുകളിലും അതേപോലെ അതിൻ്റെ എൻട്രി പോയിന്റും ടാർഗറ്റും താഴെ എഴുതിയിട്ടുണ്ടാകും. ഇപ്പോൾ സിഗ്നൽസ് വരുമ്പോൾ കൺഫേം ആണെങ്കിൽ ട്രേഡ് എടുക്കുക. അപ്പോൾ ഒരു ബൈൻ്റെ ഇൻഡിക്കേഷൻ വന്നാൽ നമുക്ക് നോക്കേണ്ടത് മെയിനായിട്ടും സിഗ്നൽ കൺഫേം ആണോ, ക്യാൻഡിൽ കളർ ഗ്രീൻ ആണോ, താഴത്തെ കൺഫർമേഷൻ ബാർ ഗ്രീൻ ആണോ, ഇത് രണ്ടും ഓക്കെ ആയാൽ നമുക്ക് അടുത്ത ക്യാൻഡിൽ ഓപ്പണിംഗ് റേറ്റിലാണ് ട്രേഡ് എടുക്കേണ്ടത്. അപ്പോൾ ഇവിടുത്തെ ബൈൻ്റെ ഇൻഡിക്കേഷൻ നമുക്ക് ഓൾറെഡി താഴെ ഗ്രീൻ ഉണ്ടായിരുന്നു. അവിടുന്ന് സിഗ്നൽസ് ക്യാൻഡിലും ഗ്രീന് താഴെയും ഗ്രീൻ വന്ന് റെസിസ്റ്റൻസിനെ അവിടെ സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ ഡബിൾ ആക്യുറസിയാണ്. അതേപോലെ റെസിസ്റ്റൻസ് സ്ട്രോങ് ആയിരുന്നു. അവിടുന്ന് ധൈര്യമായിട്ട് നമുക്ക് ട്രേഡ് എടുക്കാം. നമ്മുടെ സോഫ്റ്റ്വെയർ അവിടെ സ്ട്രോങ് ആയിട്ടുള്ള ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ട്. അവിടുന്ന് മാർക്കറ്റ് നല്ല രീതിയിൽ ബ്രേക്ക് ഔട്ട് പോയിട്ട് നമുക്ക് ഓൾമോസ്റ്റ് 56 പോയിന്റ്സ് ഉള്ള അപ് ട്രെൻഡിൽ ഇപ്പോൾ ചെറുതായിട്ടൊന്ന് ഇറങ്ങി നമുക്ക് ഇവിടെ എക്സിറ്റ് ലെവലിന് വേണ്ടി നമുക്ക് ഇവിടെ 1 മിനിറ്റിലും 5 മിനിറ്റ്സിലും ട്രെൻഡ് റിവേഴ്സിൽ കാണിച്ചു. അതേപോലെ തന്നെ നമുക്ക് റിവേഴ്സ് പോകുന്ന സാഹചര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കൊരു കളർ ചേഞ്ച് വരുന്ന സമയത്ത് എക്സിറ്റ് ചെയ്ത് വിടുക. അതേപോലെ താഴത്തെ ബാർ കളർ മാറുന്നില്ല. ഇപ്പം ഇവിടെ നമുക്ക് ഈ ക്യാൻഡിൽ നമുക്കിവിടെ ഓറഞ്ച് തന്നു, നമുക്ക് അത് എക്സ്ട്രാ കളർ വരുന്ന എക്സിറ്റ് ലെവലാണ്. അതേപോലെ താഴത്തെ ബാർ മാറിയപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് വരാം, മാർക്കറ്റ് ഇവിടം വരെ കയറി. പക്ഷേ നമുക്കവിടെ ഇതിന് മുമ്പ് എക്സിറ്റ് ചെയ്ത് അതിന് മുമ്പ് നമുക്ക് ട്രെൻഡ് റിവേഴ്സിൽ വാർണിംഗ് തരും, എക്സ്ട്രാ കളർ തരും. അതേപോലെ ട്രെൻഡ് ലൈൻ്റെ കളറും ചേഞ്ച്. ഇപ്പോൾ ഈ ട്രെൻഡ് ലൈൻ്റെ കളർ ചേഞ്ച് ആയി. ഇപ്പം മാർക്കറ്റ് ചെറുതായിട്ടൊന്ന് ഇറങ്ങി. പക്ഷേ ഇവിടെ സെല്ലിൻ്റെ ഇൻഡിക്കേഷൻ ആയിട്ടില്ല. സെല്ല് താഴത്തെ ബാർക്കൾ മാറാതെ ആകത്തില്ല. ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ മാർക്കറ്റ് ഇവിടുന്ന് റിട്രേസ്മെൻറ്റ് പുൾ ബാക്ക് നമുക്ക് മാർക്കറ്റ് ഇറങ്ങാൻ ചെറുതായിട്ട് മാർക്കറ്റ് ഡൗൺ ഇൻഡിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ള ഇൻഫർമേഷൻ സോഫ്റ്റ്വെയർ തന്നു. പ്രോഫിറ്റ് ലെവൽ നമുക്ക് കുറഞ്ഞു. 56 വരെ കയറിയ പോയിന്റ് നമുക്കിപ്പോൾ 49 നമുക്ക് പ്രോഫിറ്റ് ലെവൽ കുറഞ്ഞെങ്കിൽ അവിടെ ട്രേഡ് നമുക്ക് എക്സിറ്റ് ചെയ്ത് വിടാവുന്നതാണ്. അപ്പോൾ സിമ്പിളായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന ഈ സ്ട്രാറ്റജി ലൈവിൽ ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് നിങ്ങൾക്ക്. അപ്പോൾ അതിനുവേണ്ടി കോൺടാക്ട് ചെയ്യുക. ഇപ്പോൾ ഫോറക്സ് മാത്രമല്ല കംപ്ലീറ്റ് മാർക്കറ്റ് നമ്മുടെ ലേറ്റസ്റ്റ് വേർഷനിൽ സപ്പോർട്ടാണ്. ഓക്കെ, താങ്ക് യു.